ഇപ്പോൾ അൽഹംദുലില്ലാഹ് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഇവിടെ ഖാദിയല്ലേ, അതിനേക്കാളും വലിയ സന്തോഷം വേറെയുണ്ടോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മുവഫ്ഫഖായ പണ്ഡിതനാണ്. അൽഹംദുലില്ലാഹ്. ആ മുഖമൊന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുഭാഗത്ത് നിന്നവര് പോലും ഒന്നൊന്നായി ആ മുഖം കാണാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ മുമ്പിൽ വരുന്നു, കൈപിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു, പൊരുത്തപ്പെടിക്കുന്നു. മഹാനായ ഖമറുൽ ഉലമാ എ.പി. ഉസ്താദ് പറഞ്ഞ സ്ഥലത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രഖ്യാപനങ്ങളെല്ലാം പുലർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ദീൻ മഹാനായ ഖമറുൽ ഉലമാ എ.പി. ഉസ്താദ് അവർകൾ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇന്നൊരു രാഷ്ട്രീയക്കാരനെയും ഭയപ്പെടാതെ, ഒരു രാഷ്ട്രീയക്കാരന്റെ കസേരയും നോക്കാതെ, ഒരു വോട്ട് ബാങ്കും നോക്കാതെ അല്ലാഹുവിന്റെ ദീൻ തുറന്നു പറയാ ഇന്ത്യയിൽ ഒരു പണ്ഡിതനുണ്ടോ? അത് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് മാത്രമാണ്. കാരണം അവിടുന്ന് ആരുടെയും വോട്ട് പിടിക്കാൻ നടന്നവരല്ല, വോട്ട് ചോരാതിരിക്കാൻ പ്രവർത്തിച്ചവരല്ല, വോട്ട് കുറയ്ക്കാൻ പ്രവർത്തിച്ചവരല്ല. അവിടുന്ന് നടത്തിയ വിപ്ലവം വൈജ്ഞാനിക വിപ്ലവമാണ്. ഇന്ത്യയുടെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ നടത്തിയ വൈജ്ഞാനിക കലാലയങ്ങളും വിപ്ലവങ്ങളും ചെറുതല്ല. ലോകത്തിൽ കയ്യപ്പുള്ള മഹാനാണ്. അവിടുത്തെ അറിയാത്ത രാജാക്കന്മാരുണ്ടോ? അവിടുത്തെ അറിയാത്ത നേതാക്കന്മാരുണ്ടോ? അവിടുത്തെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാഹിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനുണ്ടോ? എല്ലാവരും മർക്കസിന്റെ തിരുമുറ്റത്തെത്തുകയാണ്. അല്ലാഹ് മഹാനായ സുൽത്താനുൽ ഉലമാ എ.പി. ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ. എന്ത് വിഷയം വരുമ്പോഴും ഒരാളെയും ഭയക്കാത്ത ഖമറുൽ ഉലമാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. സ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ, അതേ മെക്സവൻ വന്നപ്പോൾ, സ്ത്രീ പുരുഷനും ഒന്നിച്ച് ചാടണമെന്ന് പറഞ്ഞപ്പോൾ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, മുസ്ലിമീങ്ങളോട് പറഞ്ഞു, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ വിശ്വസിക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇസ്ലാമിന്റെ നിയമം ഇതാണ്, ഇസ്ലാമിന്റെ നിയമം ഇതാ. മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തില്ലേ? അതാ ചർച്ച മുഴുവനും അങ്ങനെ ആയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ? ഏത് സമയത്തും കൃത്യമായി പരിശുദ്ധമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞ് ദിശ നിർണയിക്കുന്ന ഒരു പണ്ഡിതനായി അന്നും ഇന്നും എന്നും മഹാനായ എ.പി. ഉസ്താദ് മുന്നിലുണ്ട്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഏറെ നാൾ അവിടുത്തെ തണലും തണുപ്പും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.